സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്ത് വിസിറ്റ് വിസയിൽ എത്തുന്നവർ ഉൾപ്പെടെ സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസർമാർക്കും സാമൂഹിക മാധ്യമ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ സൗദി മീഡിയ റെഗുലേഷൻ അതോറിറ്റി ലൈസൻസ് നിർബന്ധമാക്കി. ഇത്തരം ആളുകളുമായി കരാറിൽ ഏർപ്പെടും മുമ്പ് അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളോട് അതോറിറ്റി ആവശ്യപ്പെട്ടു. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രശസ്തരായ ഇൻഫ്ലുവൻസർമാരെയും മറ്റ് സെലിബ്രിറ്റികളെയും തങ്ങൾക്കാവശ്യമായ പരസ്യങ്ങൾ നിർമ്മിക്കുന്നതിന് വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ അവരെ ഉപയോഗിക്കാറുണ്ട്. സൗദിയിലുള്ളവർക്ക് പുറമെ വിദേശങ്ങളിൽ നിന്നും വിസിറ്റ് വിസയിൽ കൊണ്ടുവന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ വ്യാപകമാണ്. ഇതിനാണിപ്പോൾ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോറിറ്റി നൽകുന്ന മൗസൂഖ് എന്ന ലൈസൻസ് ഉള്ളവരുമായി മാത്രമേ സ്ഥാപനങ്ങൾ പരസ്യത്തിനു വേണ്ടിയുള്ള കരാറുകളിൽ ഏർപ്പെടാവൂ എന്നാണ് കർശന നിർദ്ദേശം. ഇത് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഇൻഫ്ലുവൻസർമാർക്കുമെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സാമ്പത്തിക പിഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉൽപ്പന്നങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങൾ ചെയ്യുന്ന വിദേശികളുമായി മുഴുവൻ ആളുകൾക്കും മൗസൂഖ് ലൈസൻസ് നിർബന്ധമാണ്. നേരത്തെ തന്നെയുള്ള ഈ നിബന്ധന ഇപ്പോൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എക്സ്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ പരസ്യം ചെയ്യുന്ന ആളുകൾക്ക് 2022 ഒക്ടോബറിലാണ് ലൈസൻസ് നിർബന്ധമാക്കിയത്. പരസ്യരംഗത്തെ ദുഷ്പ്രവണതകളെയും ചൂഷണങ്ങളെയും തട്ടിപ്പുകളെയും തടയാനാണ് ഈ നിയന്ത്രണം അതോറിറ്റി കൊണ്ടുവന്നത്. ഇപ്പോൾ രാജ്യത്തിന് പുറത്തു നിന്നെത്തുന്ന ഇൻഫ്ലുവൻസർമാരെ കൂടി ഈ ലൈസൻസിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. 3 വർഷ കാലാവധിയുള്ള ലൈസൻസിന് 15,000 റിയാലാണ് ഫീസ്. സൗദിയിൽ ഡിജിറ്റൽ പരസ്യ ഉള്ളടക്ക മേഖല ക്രമീകരിക്കാനാണ് സെലിബ്രിറ്റികൾക്കും ഇൻഫ്ലുവൻസർമാർക്കും മൗസൂഖ് ലൈസൻസ് നിർബന്ധമാക്കിയതിലൂടെ ലക്ഷ്യമിടുന്നത്. അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മൗസൂഖ് ലൈസൻസുമായി ബന്ധിപ്പിച്ച സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ വഴി മാത്രമാണ് പരസ്യ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അനുമതിയുള്ളത്. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ലൈസൻസും അനുമതിയും ലഭിച്ച ശേഷം മാത്രമേ പരസ്യമേഖലയിൽ പ്രവർത്തിക്കൂ എന്ന് മൗസൂഖ് ലൈസൻസ് ലഭിക്കാൻ വിദേശികൾ സത്യവാങ്മൂലം നൽകണമെന്ന വ്യവസ്ഥയുമുണ്ട്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മാതൃകയിൽ കുവൈറ്റിലും ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരുന്നു. 70 ദിവസം നീളുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2025 ജനുവരി 21 ആരംഭിച്ച് മാർച്ച് 31 വരെ തുടരും. വിനോദസഞ്ചാരവും വ്യാപാരവും ശക്തിപ്പെടുത്തി സമ്പദ്വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഫെസ്റ്റിനോടനുബന്ധിച്ച് ആകർഷക നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങൾക്ക് ആദായ വിൽപ്പന ഉണ്ടാകും. നിശ്ചിത തുകയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും നറുക്കെടുത്ത് വിജയികൾക്ക് ആകർഷക സമ്മാനങ്ങളും നൽകും. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി പ്രത്യേക നറുക്കെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചും അധികൃതർ ആലോചിക്കുന്നുണ്ട്. കുടുംബങ്ങൾക്ക് ഒന്നടങ്കം പങ്കെടുക്കാവുന്ന വിനോദ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും. രാജ്യത്തെ കലാകാരന്മാരുടെ കലാപ്രകടനങ്ങളും ഉത്സവത്തിന് മാറ്റുകൂട്ടും. ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വളർച്ചയ്ക്കും വ്യാപാരോത്സവം ആക്കം കൂട്ടും. വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, സെൻട്രൽ മാർക്കറ്റുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങി വ്യാപാര കേന്ദ്രങ്ങളും ഷോപ്പിംഗ് മേളയുടെ ഭാഗമാകും. ഉത്സവത്തിനിടെ ഫെബ്രുവരി 25, 26 തീയതികളിലെത്തുന്ന കുവൈറ്റ് ദേശീയ ദിനാഘോഷം വിപുലമായി നടത്തും. ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വരവറിയിച്ച് നഗരത്തിൽ പരസ്യ ബോർഡുകളും സ്ഥാപിച്ചു തുടങ്ങി. 2025 ജനുവരി 1 മുതൽ രജിസ്റ്റർ ചെയ്യാതെ ഓഡിറ്റർമാരിൽ നിന്നുള്ള നികുതി റിട്ടേണുകളൊന്നും സ്വീകരിക്കില്ലെന്ന് ടാക്സ് അതോറിറ്റി അറിയിച്ചു. ഒമാനിലെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗും പരിശീലിക്കുന്ന എല്ലാ ഓഡിറ്റർമാർക്കും ഈ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ആദായ നികുതി നിയമം നമ്പർ 28/2009, എക്സൈസ് ടാക്സ് നിയമം നമ്പർ 23/2019, വാറ്റ് നിയമം നമ്പർ 121/2020 എന്നിവയ്ക്ക് അനുസൃതമായി ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി നൽകുന്ന പ്രൊഫഷണൽ ലൈസൻസ് ഓഡിറ്റർമാർ സമർപ്പിക്കണം. ഓഡിറ്റഡ് അക്കൗണ്ടുകൾ അംഗീകരിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ സമയബന്ധിതമായ രജിസ്ട്രേഷൻ നിർണായകമാണെന്നും ഓഡിറ്റർമാർക്ക് ടാക്സ് അതോറിറ്റിയോടുള്ള അവരുടെ കടമകൾ തടസ്സമില്ലാതെ നിറവേറ്റുന്നത് തുടരാമെന്നും ടാക്സ് അതോറിറ്റി കൂട്ടിച്ചേർത്തു. നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി വിഭാഗത്തിന്റെ പ്രവചനമനുസരിച്ച് ഇന്നത്തെ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാത്രിയിലും വ്യാഴാഴ്ച രാവിലെയും കാലാവസ്ഥ ഈർപ്പമുള്ളതായിരിക്കും. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശാൻ സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
UAE-യിലെ പർവ്വത പ്രദേശങ്ങളിൽ താപനില 7 ഡിഗ്രി സെൽഷ്യസായി കുറയുകയും ഉൾപ്രദേശങ്ങളിൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുകയും ചെയ്തേക്കും. ഉൾപ്രദേശങ്ങളിൽ ഈർപ്പത്തിന്റെ ഉയർന്ന അളവ് 90%-ത്തിലും UAE-യുടെ പർവ്വത പ്രദേശങ്ങളിൽ ഇത് 15%-ത്തിലും എത്തും. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ഇൻഡിഗോ വിമാനം അബുദാബിയിലേക്ക് സർവീസ് ആരംഭിക്കുന്നു. ഈ മാസം 20 മുതൽ ദിവസവും സർവീസ് ഉണ്ടാകും. രാത്രി 9:50 കോഴിക്കോട്ട് നിന്നും പുറപ്പെട്ട് പ്രാദേശിക സമയം 12:30 അബുദാബിയിലെത്തും. അബുദാബിയിൽ നിന്നും പുലർച്ചെ 1:30 പുറപ്പെടും. പ്രാദേശിക സമയം രാവിലെ 6:45 കോഴിക്കോട്ടേക്കെത്തും. ജനുവരി 15 വരെയാണ് നിലവിൽ സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യാത്രക്കാരുണ്ടെങ്കിൽ സർവീസ് നീട്ടിയേക്കും. ദമാം, ജിദ്ദ, ദുബായ് എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ കോഴിക്കോട്ട് നിന്നും ഇൻഡിഗോ രാജ്യാന്തര സർവീസ് നടത്തുന്നത്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്താൻ UAE പ്രസിഡന്റ് ചൊവ്വാഴ്ച രാജ്യത്തെ പള്ളികളിൽ നിർദ്ദേശം നൽകി. ഈ മാസം 7-ന് രാവിലെ 11 മണിക്കാണ് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുക. ഇതിനു മുമ്പ് 2022-ലാണ് മഴ പെയ്യുന്നതിനായി പ്രാർത്ഥന നടത്താൻ ഷെയ്ഖ് മുഹമ്മദ് നിർദ്ദേശിച്ചത്. അന്ന് വെള്ളിയാഴ്ച ജുമാ പ്രാർത്ഥനയ്ക്ക് 10 മിനിറ്റ് മുമ്പായിരുന്നു മഴ പ്രാർത്ഥന നടന്നത്. അടുത്ത വർഷം മാർച്ച് മുതൽ ദുബൈയിൽ എല്ലായിടത്തും പ്രീമിയം പാർക്കിംഗ് നിരക്കുകൾ നടപ്പിലാക്കുമെന്ന് ഇത് കൈകാര്യം ചെയ്യുന്ന പാർക്കിംഗ് PJSC അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രീമിയം പാർക്കിംഗ് സ്ഥലങ്ങളുടെ ഫീസ് രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയും മണിക്കൂറിന് 6 ദിർഹമായിരിക്കുമെന്നും അറിയിച്ചു. മറ്റ് എല്ലാ പൊതു പണമടച്ചുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾക്കും മണിക്കൂറിന് 4 ദിർഹമായിരിക്കും. ഇതടക്കം പാർക്കിംഗ് നിരക്കുകളിൽ വന്ന മാറ്റങ്ങളും വിശദമായി അറിയിച്ചിട്ടുണ്ട്. മെട്രോ, ബസ് സ്റ്റേഷനുകൾ, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റുകൾ, പ്രധാന ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനുകൾ തുടങ്ങിയ പൊതുഗതാഗത കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉയർന്ന ഡിമാൻഡുള്ള പ്രദേശങ്ങളിലേക്ക് ഡ്രൈവർമാർക്ക് സൗകര്യപ്രദമായ പ്രവേശനം നൽകുന്നതിന് പ്രീമിയം പാർക്കിംഗ് സ്ഥലങ്ങളായി മാറ്റും. ഈ സോണുകൾ പാർക്കിംഗ് വെബ്സൈറ്റ്, പാർക്കിംഗ് മൊബൈൽ ആപ്പ് വഴിയും സാമൂഹിക മാധ്യമം വഴിയും കൂടുതൽ വ്യക്തമാക്കും. സൂചനാ ബോർഡുകളും താരിഫ് വിശദാംശങ്ങളും പ്രദർശിപ്പിച്ച് വ്യക്തമായി അടയാളപ്പെടുത്തുകയും ചെയ്യും. 1 മണിക്കൂറിന് 6 ദിർഹം എന്ന നിരക്കിൽ ഒരു മെട്രോ സ്റ്റേഷന്റെ 500 മീറ്ററിനുള്ളിൽ തിരക്കേറിയ സമയങ്ങളിൽ പാർക്കിങ്ങിന് പ്രയാസമനുഭവപ്പെടുന്ന താമസ സ്ഥലങ്ങൾ എന്നിവ കൂടാതെ മാർക്കറ്റുകളും വാണിജ്യ പ്രവർത്തന മേഖലകളുള്ള സ്ഥലങ്ങളിലാണ് 6 ദിർഹം നിരക്ക് ഏർപ്പെടുത്തുക. പ്രീമിയം പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങൾ 3 മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുത്തത്. ഒന്നാമതായി, ഒരു മെട്രോ സ്റ്റേഷന്റെ 500 മീറ്ററിനുള്ളിലെ പ്രദേശത്തേക്കുള്ള എളുപ്പത്തിലുള്ള പ്രവേശനം. രണ്ടാമതായി, തിരക്കേറിയ സമയങ്ങളിൽ ഉയർന്ന പാർക്കിംഗ് സ്ഥലങ്ങൾ. മൂന്നാമത്തേത്, മാർക്കറ്റുകളും വാണിജ്യ പ്രവർത്തന മേഖലകളും പോലെയുള്ള സാന്ദ്രതയും തിരക്കുമുള്ള സ്ഥലങ്ങൾ. പ്രീമിയം പാർക്കിംഗ് സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്ന ദൈറ, ബർദുബായ്, ഡൗൺ ടൗൺ ദുബായ്, ബിസിനസ് ബേ, ജുമൈറ, അൽവാസൽ റോഡ് മറ്റ് സ്ഥലങ്ങളിലെ വാണിജ്യ മേഖലകളിലായിരിക്കും. നഗരത്തുടനീളം ഗതാഗതത്തെ പിന്തുണയ്ക്കുക എന്നതാണ് ഈ പുതിയ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ചും തിരക്കേറിയ സമയങ്ങളിലും വലിയ പരിപാടികൾ നടക്കുമ്പോഴും. താരിഫുകളും ബാധകമായ സോണുകളും സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പാർക്കിംഗ് പിന്നീട് പ്രഖ്യാപിക്കും. സൗദി അറേബ്യയിൽ തൊഴിലുടമയുടെ കീഴിൽ നിന്നും ഒളിച്ചോടിപ്പോയതിന് ഹുറൂബ് വിഭാഗത്തിൽ അകപ്പെട്ട പ്രവാസികൾക്ക് ഇളവ് കാലാവധി പ്രഖ്യാപിച്ചുകൊണ്ട് സൗദി അറേബ്യ. ജോലിയിൽ നിന്നും ഒളിച്ചോടിയതായി രേഖപ്പെടുത്തുന്നവർക്ക് അവരുടെ നിയമപരമായ പദവി ശരിയാക്കുന്നതിനുള്ള അവസരമാണ് ഇതോടെ കൈവന്നിരിക്കുന്നത്.